പതിച്ചു. ന്യൂഡൽഹി LPG ക്ഷാമത്തെ തുടർന്നുള്ള വിതരണ നിയന്ത്രണം ജനങ്ങളിൽ ആശങ്ക ഉയർത്തിയതോടെ മുൻകരുതലായി കൂടുതൽ പേർ സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. സാധാരണയായി ഇന്ത്യയിൽ ദിവസേന 50 മുതൽ 55 ലക്ഷം വരെ സിലിണ്ടറുകളാണ് ബുക്ക് ചെയ്തിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് 75 മുതൽ 76 ലക്ഷം വരെയായി ഉയർന്നു. സ്റ്റോക്ക് മതിയായി ഉണ്ടെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും മുൻകരുതലായി ബുക്കിംഗ് തുടരുകയാണ്. ദുബായിൽ ഡ്രോൺ ആക്രമണം. വിമാനത്താവള പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. ദുബായിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ധന ടാങ്കിന് തീപിടിച്ചതോടെ വലിയ ആശങ്കയുണ്ടായി. സംഭവത്തെ തുടർന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. സുരക്ഷാ നടപടികൾ ശക്തമാക്കിയതായും തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ അടിയന്തരമായി രക്ഷാപ്രവർത്തനം നടത്തിയതായും അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ ഇതുവരെ ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചതായി അധികൃതർ പറഞ്ഞു. സൽമാൻ ആഗയുടെ സെഞ്ചുറി വെറുതെയായി. പാകിസ്ഥാൻ തോറ്റു. പരമ്പര ബംഗ്ലാദേശിന്. ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ സൽമാൻ ആഗ 106 റൺസ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എന്നാൽ ടീമിലെ പിഴവുകളും റണ്ണൌട്ടുകളും കാരണം പാകിസ്ഥാന് വിജയം നേടാൻ കഴിഞ്ഞില്ല. അവസാന മത്സരം ബംഗ്ലാദേശ് ജയിക്കുകയും പരമ്പരയും സ്വന്തമാക്കുകയും ചെയ്തു. പാകിസ്ഥാൻ നിരാശയോടെ തോൽവി സമ്മതിക്കേണ്ടി വന്നു. കട്ടക്കിലെ മെഡിക്കൽ കോളേജിൽ വൻ തീപിടുത്തം. 10 പേർക്ക് ദാരുണാന്ത്യം. ഒഡീഷയിലെ കട്ടക്കിലുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ 10 രോഗികൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. തീപിടുത്തത്തെ തുടർന്ന് ആശുപത്രിയിൽ വലിയ പരിഭ്രാന്തി ഉണ്ടായി. രക്ഷാപ്രവർത്തകർ ഉടൻ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയും പരിക്കേറ്റവരെ മറ്റു വാർഡുകളിലേക്ക് മാറ്റുകയും ചെയ്തു. സംഭവത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചായ നൽകിയില്ലെന്ന തർക്കം. മലപ്പുറത്ത് യുവതിയെ ഭർത്തൃമാതാവ് വെട്ടിക്കൊന്നു. മലപ്പുറത്ത് ചായ നൽകിയില്ലെന്ന കാര്യം ചൂണ്ടിക്കാട്ടിയുണ്ടായ കുടുംബ തർക്കത്തിനിടെ ഭർത്തൃമാതാവ് യുവതിയെ വെട്ടിക്കൊന്ന സംഭവം വലിയ ആശങ്കയിലാക്കി. തർക്കം രൂക്ഷമായതോടെ ഭർത്തൃമാതാവ് യുവതിയെ ആക്രമിച്ചതായാണ് വിവരം. ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.